നമസ്കാരം. അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അമേരിക്കൻ ഭരണകൂടം പാകിസ്ഥാനെയാണ് പിന്തുണച്ചത് എങ്കിലും രാജ്യം സ്വതന്ത്രമായതോടെ 1972 ഏപ്രിലിൽ അമേരിക്ക ബംഗ്ലാദേശിനെ അംഗീകരിക്കുകയും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി വിപണികളിൽ ഒന്നാണ് അമേരിക്ക. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ പ്രധാന വരുമാന മാർഗമായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വലിയൊരു ഭാഗം അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. വലിയ സ്വാധീനമൊന്നുമില്ലെങ്കിലും ബംഗ്ലാദേശിനെ കൂടെ നിർത്തുന്നതിൽ അമേരിക്കയ്ക്ക് ചില കുടില തന്ത്രങ്ങളുണ്ട്. മ്യാൻമറിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശങ്ങൾ ചേർത്ത് ഒരു പുതിയ ക്രിസ്ത്യൻ രാഷ്ട്രം രൂപീകരിക്കുവാൻ വിദേശ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന ആരോപണം അടുത്ത കാലത്തായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിന് ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു. അമേരിക്കയെ നേരിട്ട് പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ഒരു വെള്ളക്കാരനായ വിദേശ നയതന്ത്രജ്ഞൻ തന്നെ സമീപിച്ച് ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് വിട്ടു നൽകിയാൽ അധികാരം നിലനിർത്തുവാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായി അവർ ആരോപിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഒരു താവളം അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു ഭരണകൂടം ഉണ്ടാകുന്നത് തന്ത്രപരമായി വലിയ നേട്ടമാണ്. ദക്ഷിണേഷ്യയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുവാൻ ബംഗ്ലാദേശിലെ ബംഗാൾ ഉൾക്കടലിലുള്ള ദ്വീപുകളോ അല്ലെങ്കിൽ മലയോര മേഖലകളോ സൈനികാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ അവർ താല്പര്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ബംഗ്ലാദേശികൾക്ക് നല്ല പണിയും അമേരിക്ക നൽകാറുണ്ട്. അത്തരത്തിൽ അമേരിക്ക നൽകിയ ഒരു പണിയിൽ കനത്ത പോര് മുറുകുകയാണ്. പന്നിയുടെ വിസർജ്യം വളമായി ഉപയോഗിച്ച് വളർത്തിയ ചോളമാണ് അമേരിക്ക ധാക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്ന കണ്ടെത്തലാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ബംഗ്ലാദേശിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ചോളം കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ധാക്കയിലെ അമേരിക്കൻ എംബസി പങ്കുവച്ച ഒരു പോസ്റ്റാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. അമേരിക്കൻ ചോളം ആരോഗ്യപ്രദമാണെന്നും അത് ബംഗ്ലാദേശിലേക്ക് അയക്കുകയാണെന്നും എംബസി അറിയിച്ചിരുന്നു. എന്നാൽ ഈ ചോളത്തിന് വിളവ് വർദ്ധിപ്പിക്കുവാൻ അമേരിക്കൻ കർഷകർ വ്യാപകമായി പന്നി വിസർജ്യം വളമായി ഉപയോഗിക്കുന്നുണ്ടെന്ന സത്യം പുറത്തു വന്നതോടെ പ്രതിഷേധം പുകയുകയായിരുന്നു. ഇസ്ലാമിക നിയമപ്രകാരം പന്നിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഹറാം അഥവാ നിഷിദ്ധമാണ്. പന്നി വിസർജ്യം കലർന്ന മണ്ണിൽ വിളഞ്ഞ ചോളം ഭക്ഷണമായി ഉപയോഗിക്കുന്നത് മതവിശ്വാസത്തെ മുറിപ്പെടുത്തുമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. അമേരിക്കൻ ഇറക്കുമതി തീരുവ കുറയ്ക്കുവാൻ വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ട ചോളവും ഗോതമ്പും വാങ്ങുവാൻ ബംഗ്ലാദേശിലെ യൂണിസ് സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു. ചോളത്തിനു പുറമെ 2.2 ലക്ഷം മെട്രിക് ടൺ അമേരിക്കൻ ഗോതമ്പും വാങ്ങുവാൻ ബംഗ്ലാദേശ് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനും പന്നി വിസർജ്യമല്ല വളം എന്നതിൽ യാതൊരു ഉറപ്പുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മത്സ്യങ്ങൾക്കും കന്നുകാലികൾക്കും നൽകുന്ന തീറ്റയിൽ പന്നിയുടെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് അത്തരം ഉൽപ്പന്നങ്ങൾ ബംഗ്ലാദേശ് നിരോധിച്ചിരുന്നു. ഇപ്പോൾ മനുഷ്യർ നേരിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിലും പന്നിയുടെ അംശം വളമായിട്ടാണെങ്കിലും എത്തുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.